നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പെട്രോളിൻ്റെ വില എന്തുകൊണ്ട് കുറയുന്നില്ല? ഇന്ത്യയുടെ ഇന്ധനവിലയുടെ യഥാർത്ഥ കഥ നമുക്കൊന്ന് നോക്കാം. ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യം, എണ്ണ വില കുറഞ്ഞാൽ പെട്രോളും കുറയണമല്ലോ. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം പെട്രോൾ വില എങ്ങനെ നിശ്ചയിക്കുന്നു, ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഉടനെ കുറയാറില്ല, മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യയെ താരതമ്യം ചെയ്താൽ ചിത്രം എങ്ങനെയാണ്. ആദ്യമായിട്ട് തെറ്റിദ്ധാരണ മാറ്റാം. ക്രൂഡ് ഓയിൽ നേരിട്ട് വാഹനത്തിൽ ഒഴിക്കാൻ പറ്റില്ല. അത് റിഫൈനറിയിൽ ശുദ്ധീകരിച്ചാണ് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില മാത്രം നോക്കി പെട്രോൾ വില പറയാനാവില്ല. 1 ലിറ്റർ പെട്രോളിൻ്റെ വിലയിൽ ഉൾപ്പെടുന്നത് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന വില, കടൽ ഗതാഗതവും ഇൻഷുറൻസും, റിഫൈനറി ചെലവ്, മാർക്കറ്റിംഗ് ചെലവ്, കേന്ദ്ര സർക്കാരിൻ്റെ നികുതി, സംസ്ഥാന സർക്കാരിൻ്റെ വാറ്റ്, പെട്രോൾ പമ്പിൻ്റെ കമ്മീഷൻ. അതായത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാലും ബാക്കി ഘടകങ്ങൾ മാറിയില്ലെങ്കിൽ പെട്രോളിൻ്റെ അന്തിമ വിലയിൽ വലിയ മാറ്റം ഉണ്ടാകണമെന്നില്ല. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഡോളറിലാണ്. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ കുറയുകയാണെങ്കിൽ ലോക വിപണിയിൽ എണ്ണവില കുറഞ്ഞാലും ഇന്ത്യക്ക് വാങ്ങുന്ന ചിലവ് കുറയാതെയിരിക്കാം. ഇന്ത്യയിൽ ഇന്ധന നികുതി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും പ്രധാന വരുമാന സ്രോതസ്സുകൾ ഒന്നാണ്. ആ പണം റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിവിധ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ സർക്കാർ ചെലവുകൾക്ക് ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് നികുതി മാറ്റങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ക്രൂഡ് ഓയിൽ വില മാത്രം നോക്കി തീരുമാനിക്കപ്പെടുന്നില്ല. ഇനി പലരും ചോദിക്കും, മറ്റു രാജ്യങ്ങളിൽ എന്താണ് സ്ഥിതി? ഉത്തരം, ഓരോ രാജ്യത്തിനും വ്യത്യസ്ത നയങ്ങളാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇന്ധന നികുതി വളരെ ഉയർന്നതാണ്. ചില എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ സർക്കാർ സബ്സിഡി നൽകുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. ചില രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര വില ഉയരുമ്പോൾ പെട്രോൾ വില വളരെ വേഗത്തിൽ ഉയരും. ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണി, നികുതി, ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ ചേർന്നാണ് അന്തിമ വില രൂപപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പെട്രോൾ വില കൂടുതലാണോ കുറവാണോ? അതിനൊരു ലളിതമായ ഉത്തരമില്ല. ചില രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഉദാഹരണമായി സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വില കൂടുതലായിരിക്കും. പക്ഷേ ചില യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വില കുറവായിരിക്കും. അതിനാൽ എല്ലായിടത്തേക്കാളും ഇന്ത്യയിൽ വിലക്കുറവാണ് എന്നും അല്ലെങ്കിൽ എല്ലായിടത്തേക്കാളും ഇന്ത്യയിൽ വില കൂടുതലാണ് എന്നും പറയുന്നത് ശരിയല്ല. ഓരോ രാജ്യത്തിൻ്റെയും നികുതി നയവും സാമ്പത്തിക സാഹചര്യവും വ്യത്യസ്തമാണ്. അടുത്ത തവണ വാർത്തയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഉടൻ പെട്രോൾ വിലയും കുറയും എന്ന് കരുതണ്ട. കാരണം പെട്രോളിൻ്റെ വില നിർണ്ണയിക്കുന്നത് എണ്ണയുടെ വില മാത്രമല്ല, നികുതിയും, റിഫൈനറിയും, ഡോളറിൻ്റെ മൂല്യവും, ഗതാഗത ചെലവും എല്ലാം ചേർന്നാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.